നിരൂപം എന്നെ ഭയപ്പെടുത്തുന്നു. അത് തേയിലത്തോട്ടത്തിലെ സൂപ്പർവൈസറാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ? ആ നിരൂപത്തിലൂടെ ഞാൻ കാണുന്നത് അയാളെയാ. അമ്മക്കൊന്ന് തള്ളിയ നമുക്ക് ഇവിടുന്ന് പോവാം അമ്മേ. എങ്ങോട്ട്? ഇവിടുന്ന് പോയാൽ പിന്നെ ഒരു അഭയ കൂടാരം അമ്മയുടെ മുന്നിൽ ഇല്ല. ഇവിടെ അവിടെയും കുഞ്ഞേട്ടൻ നമുക്ക് കാവലാകും. എനിക്ക് വിശ്വാസമില്ല. എപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി പറയാൻ കഴിയോ? എല്ലാവരെയും ഒരേ കണ്ണിലൂടെ കാണല്ലേ മോളെ. ഇങ്ങനെ തന്നെയാ അമ്മ അയാളെ കുറിച്ചും പറഞ്ഞത്. എന്നിട്ട് എന്തായി? മോളെല്ലാം മറക്കണം. ഒന്നും മറക്കാൻ കഴിയുന്നില്ല. എത്ര കാലം ഒടുവിൽ കഴിയും? എനിക്ക് സ്കൂളിൽ പോകാൻ കഴിയോ? പഠിക്കാൻ കഴിയോ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. മനുവേട്ടൻ എന്നെ ഓർക്കുന്നുണ്ടോ ആവോ? മോൾ എന്തിനാ അവനെ കുറിച്ച് ആലോചിക്കുന്നേ? എല്ലാം ശരിയാകും. മോളെ സ്കൂളിൽ വിടാനുള്ള എല്ലാ ഏർപ്പാടും കുഞ്ഞേട്ടൻ ചെയ്യും. മോടെ നന്മയ്ക്ക് വേണ്ടിയില്ലേ അമ്മ എങ്ങനെയൊക്കെ. സർവപത്രങ്ങളും ഞാൻ അരച്ചു വരക്കി നോക്കി. അവൻ കൊല്ലപ്പെട്ട വിവരം ഒന്നിലും വാർത്തയില്ല. അവൻ മരിച്ച വിവരം മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അറിയാവുന്ന നിങ്ങൾ ഇവിടെയാണല്ലോ. പക്ഷേ ശവം കണ്ടെത്തിയാൽ പ്രശ്നമാകും. ശവം കണ്ടെത്തിയില്ലെങ്കിലോ? അതെന്താ, നിങ്ങൾ കൊന്ന് കുഴിച്ചു മൂടിയോ? പിന്നെ അതിനുള്ള ധൈര്യമില്ലായിരുന്നു. പിന്നെ എങ്ങനെ? അവൻ ആ കണ്ടത്തിൽ അഴുകി തീർന്നോളും. ഉറപ്പാണ്? ഉറപ്പാ. എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇന്ന് മുതൽ നിർമ്മലയുടെ പേര് സാറാമ്മ. എന്റെ ഭാര്യയുടെ പേരാ. മോളുടെ പേര് ലിസി. ലിസി മോളു. യൂണിയൻ നേതാക്കളുമായി ഞാൻ സംസാരിക്കാം. നമ്മുടെ തോട്ടത്തിൽ ഒരു കാരണവശാലും സ്ട്രൈക്ക് ഉണ്ടാവില്ല. ഒരു പണിയും ചെയ്യാതെ തൊഴിലാളികളെ പറ്റിച്ച് ജീവിക്കുന്നവരല്ലേ യൂണിയൻ നേതാക്കൾ. ഓക്കേ, ശരി. ഇത് നീ സാറാമ്മ. നീ സാറാമ്മ? നീ ഇൻഷല. ഈ സാറാമ്മ അല്ല. പിന്നെ ആര്? സാവിത്രിയാ. പണ്ട് ഞാൻ അവളെ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. എന്നിട്ട് അവളെ അച്ഛനോട് ഏതോ തട്ടി പറഞ്ഞു കൊടുത്ത് എന്റെ നടു ഓടിച്ചതാണ്. കണക്കായി പോയി. ഇപ്പോഴങ്ങനെ ആണല്ലോ. സാറാമ്മയാവും. എന്റെ സാറെ, ഒരേ മുഖച്ചായുള്ള 7 പേര് ഒരേ സമയം ലോകത്ത് ജീവിച്ചിരിക്കും. ഇതാരാന്ന് മനസ്സിലായില്ലേ? തോട്ടത്തിലെ സൂപ്പർവൈസറാ. പെണ്ണ് കെട്ടിട്ടില്ല. സാറേ, എന്റെ ഭാര്യ സാറ് മുമ്പ് കണ്ടിട്ടുണ്ടാ? ഇല്ല. രക്ഷപ്പെട്ടു. ഇത് ഇവളുടെ മോളാ. എന്റെ മോളല്ലേ? എന്റെ മോളല്ല, എന്റെ മോളാ. മോളു. കുഞ്ഞച്ഛന്റെ മക്കളില്ലെന്നാണല്ലോ എന്നോട് പറഞ്ഞിട്ടുള്ളത്. മക്കളില്ല, പക്ഷെ ഒരു മോളുണ്ട്. അത് ശരി. ഇന്നലെ രാത്രി ഇവിടെ സ്ത്രീകളുടെ ശബ്ദം കേട്ടപ്പോ ഞാൻ ആ ജനാലിലൂടെ ഒന്ന് ഒളിഞ്ഞു നോക്കി. പണ്ടത്തെ ഒളിഞ്ഞോട്ട് ഇതുവരെ അവസാനിപ്പിച്ചില്ല. അയ്യോ, അത് കണ്ട് എന്റെ മോള് പേടിച്ച് നിലവിളിക്കും അല്ലേ? അപ്പൊ നിങ്ങളുടെ പിണക്കൊക്കെ മാറിയില്ലേ? നന്നായി. മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 8, 9, ഇനി +4. കഴിഞ്ഞ 5 വർഷമായി അകന്ന് ജീവിച്ചവരല്ലേ? ഇനിയെങ്കിലും നിങ്ങൾ ആകാലരുത്. സാറാമേ, ഇന്ന് ഇവിടെ ഒരു പുതിയ വീട്ടു ജോലിക്കാരി വരും. പുറം പണി അവള് ചെയ്യും, അകം പണി സാറാമ ചെയ്യണം. വേണം. ഇന്ന് മുതൽ എന്റെ ഭാര്യയ്ക്കും മോൾക്കും ഇവിടെ ഒരു കുറക്കാൻ പാടില്ല. ഓക്കെ അല്ലേ സാറേ? ഓക്കെ 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 ഓക്കെ. ഹലോ, ടൗണിൽ പോയി ഡ്രസ്സുകൾ വാങ്ങണമെന്ന് പറഞ്ഞ എന്ത് നിൽപ്പായി? വിശ്വസിക്കാനാവുന്നില്ല. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ടൗണിൽ ഇപ്പൊ തുണി വാങ്ങണം. അതല്ല, അവള് നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞത്. എന്റെ ഭാര്യക്കുണ്ട് സാറേ, കൊമ്പും കുഴലൊക്കെ വേണോ? അതല്ലേ, ഈ പ്രായ വ്യത്യാസം ഫീൽ ചെയ്യുന്നു. സാറേ, കഴിഞ്ഞ 5 വർഷമായി അകന്ന് ജീവിച്ചതല്ലേ? ആ ഗ്യാപ്പിലെ നീ ഗ്ലാമർ കൂടി. ഇന്ന് മുതൽ നിന്റെ ജീവിതം അടിപൊളിയല്ലേ? ഞാൻ അല്ല, നീ ഇന്ന് തോട്ടത്തിൽ വരുന്നില്ലേ? അയ്യോ, എന്റെ ഭാര്യ മോള് ഒന്നും കണ്ടില്ല. ഞാൻ ലീവാ സാറേ. സാറിന്റെ ഫോൺ കുടുകൂടാൻ വയ്ക്കുന്നു. ഹലോ, അതെ, ഒരു ഷട്ടറിന് താമസം മാത്രം. ദേവോയി ദേവന്നു. ഓക്കേ, വരണ്ട. കർത്താവ്, ഇനി ആരോടല്ല എന്തെല്ലാം കള്ളങ്ങൾ പറയേണ്ടി വരുമെന്ന് കർത്താവിന് മാത്രം അറിയാം. അവർ കുട്ടില്ല, അവന്റെ കൈവിടല്ലേ. കൈവിട്ടാ കുഞ്ഞച്ഛന്റെ ജീവിതം കൈവിടും.
ശേഷം സാറാമ്മ വന്നത് പോരാടാൻ തന്നെയാ. എന്റെ മാതാവേ, പോരാടാനുള്ള പോഷണ വീതി എനിക്ക് തരണേ. താനാര് കുഞ്ഞു വാവയാ നിക്കറുട്ടോണ്ട് നടക്കാൻ? ഇത് പുറപ്പെടെ കോപ്പ് മൂത്ത് നരച്ചല്ല. കൾച്ചറില്ല. അതെനിക്ക് ഒരിക്കലും ഉണ്ടാകരുതെന്ന് എന്റെ പ്രാർത്ഥന. കൾച്ചറാ അല്ല, ക്യാൻസർ. ഇതെവിടെ കുറ്റിയും പറിച്ച് വന്നതാണോ? ഏ? ഓ, വീട്ടു ജോലിക്ക് വന്നതാണല്ലേ? ആണെങ്കി കുഞ്ഞച്ചാൻ പറഞ്ഞിരുന്നു ഒരു വേലക്കാരി വരുമെന്ന്. പക്ഷെ ഇങ്ങനെ ഒരാളെ അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. പിന്നെ താൻ ആരെയാ പ്രതീക്ഷിച്ചത്? ഒരു സ്ലിം ബ്യൂട്ടി. ഞാൻ എന്തൊരു ബ്ലൂമല്ലേ? ഇതരുമാരി വരിക്കച്ചക്കോ അല്ലേ? വരിക്കച്ചക്കന്റെ അമ്മായിയുടെ മാപ്പള. എടാ നെടുവാളം പോയല്ലേ, തോന്നിയ പറഞ്ഞ ചവിട്ടി കൂട്ടി അടുപ്പി വെക്കും കേട്ടാ. എന്തോന്ന് ഭാഷ? എന്തരപ്പി എന്റെ മലയാളത്തിന് ഒരു കുഴപ്പം? താൻ ആര്? സൂപ്പർവൈസർ. സൂപ്പർവൈസർ ഏത് കമ്പനിയില? സൂപ്പർവൈസർ. സൂപ്പർ ആയാലും പാസ്റ്റ് ആയാലും എന്റെ കൈവാക്കിനൊന്നും നിൽക്കരുത് കേട്ടാ. എന്റെ കോട്ടയത്താ. കോഴിക്കുട്ടികൾക്ക് താൻ എന്തിനാടെ ഇരിക്ക? ഞാൻ കുഞ്ഞച്ചന്റെ ഫ്രണ്ടാ. താൻ കുഞ്ഞച്ചന്റെ ഫ്രണ്ട് ആണെങ്കിൽ പിന്നെ കുഞ്ഞച്ചന്റെ ബാക്കാര് ആരിഞ്ഞോട്ട് പറഞ്ഞയച്ചാ? എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എന്റെ ഈ മോന്റെ നോക്കി പറയണം കേട്ടാ, അല്ലാതെ മുണ മുടുക്കരുത്. അല്ലപ്പി ഈ കുഞ്ഞച്ചാണ് എങ്ങനാ? ഞാൻ കുഞ്ഞച്ചനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ഇവിടത്തെ ജോലി മതിയെന്ന് പറയും. കുഞ്ഞച്ചനെ കുറിച്ച് മോശമായി പറഞ്ഞാൽ ഇപ്പൊ തന്നെ അവൾ വെക്കോളൂ. എന്തൊരു വായി പൊളിച്ച് നിക്കണത്? മോശം. അതെനിക്ക് പണ്ടേ അറിയാം. പണ്ട് ഇവിടെ ജോലി ചെയ്ത സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഒന്നല്ല രണ്ടല്ല 3 പേരെ. 3 പേരെ ഒന്നിച്ചാണോ പീഡിപ്പിച്ചത്? എന്താ അത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മുഴുനീള മദ്യപാനി ആവാസം. ഇത്രയും വൃത്തികെട്ട ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവിടെ ഇവിടുത്തെ ജോലി വേണ്ട, വെക്കോളൂ. ഈ ചെല്ലക്കിളി ഏത്? ഇതാണ് കുഞ്ഞച്ചന്റെ വൈഫ്. കുഞ്ഞച്ചന്റെ വൈഫ് ഭാര്യ. ഭാര്യയോ? എന്താ എന്നെ കണ്ടിട്ട് തോന്നില്ലേ? കുഞ്ഞച്ചൻ കഴിഞ്ഞ 5 വർഷമായി ഭാര്യ വൈപ്പടക്കത്തിലായിരുന്നു. കഴിഞ്ഞ രാത്രിയിലാ വന്നത്. സാറാമേ. എന്തോ? അയ്യോ, ഞാൻ വിളിച്ചത് ഈ സാറാമേ. സാറാമേ, ഇത് വീട്ടു ജോലിക്കാരി. കണ്ടിട്ടേ ഒരു ഭയങ്കരിയാൻ തോന്നുന്നു. നോക്കാൻ കണ്ട അറിഞ്ഞൂടി, ഒരു കൊള്ളക്കാരിടലും. 2 ദിവസം നോക്കും, സ്വഭാവം കൊള്ളത്തിലേക്ക്. 3-ാം ദിവസം പറഞ്ഞു. അങ്ങനെ വേണം. പിന്നെ സൂപ്പർ അല്ലേ? ഇത് കുഞ്ഞച്ചന്റെ മോള്. എന്താ നിങ്ങളുടെ പേര്? നാഗവല്ലി. നാഗവല്ലിയോ? ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. മുംബൈയിൽ അവിടെ ഇപ്പൊ ഡ്രസ് വാങ്ങണമെന്ന് പറഞ്ഞ കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടാ, വീട്ടു ജോലിക്കാരി തോമസ് ആണെടുക്കാണല്ലോ. ഇത്ര കാലം കിട്ടും. വിലക്കാരി വീട്ടു ജോലി കിട്ടുന്ന പരിചയമുണ്ടോ? ഓക്കെ, പുറംപണി മാത്രം ചെയ്താൽ മതി. ആരുടെ പുറത്തെ പണി? വീടിന്റെ പുറത്തെ പണിയെന്ന്. അകമണി എന്റെ ഭാര്യ ചെയ്യും. വൈ രാവിലെ വരിക, വൈകിട്ട് പോവുക. അപ്പോ രാത്രിയിലോ? നോ പണി. രാത്രി എന്റെ കൊട്ടേഷൻ പണിയിട്ടേ ആ സൈസ് എടുക്കുന്നില്ല. ശമ്പളത്തിന്റെ കാര്യമൊക്കെ തീരുമാനമായെങ്കിൽ ചാർജ് എടുക്കാം. എടുത്താ എത്ര പെട്ടെന്ന എന്തോ ഒരു വശപ്പിശ കൊള്ളുന്നത് പോലെ. അവനെ ഈ തിരുമോന്ത കണ്ടില്ലല്ലോ. ഹലോ, ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ എനിക്കറിയാം ഇത് പുത്തരിക്കണ്ട മൈതാനമാണോ തേക്കിൻകാട് മൈതാനമാണോ എന്ന്. ഇത് ഇൻഡോർ സ്റ്റേഡിയം. വിലക്കാരി നോക്കൂ, പ്ലേസ് ഗ്രഹനാഥൻ കാണട്ടെ. വരിക വരിക വരിക, ഉറപ്പിക്കട്ടെ. ആഹാ, എന്തൊരു ഐശ്വര്യം. തറവാട്ടിപ്പടം പഴയ മാമാട്ടി കുട്ടിയോ. അമ്മയുടെ നായരി കൊണ്ട് മാറ്റി പളിക്കും. ഒന്ന് ജേസിനിക്ക് വരാൻ വഴിയില്ലായിരുന്നു. ഞാൻ ആരാണെന്ന്? ഭാര്യ. ആരുടെ? ആരുടെ ഭാര്യ? എന്താണ്? എന്റെ ഭാര്യ സ്വന്തം. അപ്പൊ ഇവളോ? ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യ. ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോ മറ്റൊരുത്തെ കെട്ടി താമസിക്കുക. എന്റെ പൊന്നോ, അത് അഭിമാനിക്കലുണ്ട് വേണ്ടത്. 5 വർഷത്തിന് ശേഷം ഭർത്താവിനെ കാണാമെന്ന് ഞാൻ
ഞാൻ കണ്ടത് എന്തരി കുറുവാ സംഘത്തെ. ഭർത്താവിന്റെ ഭാര്യയും മറ്റൊരു വാളയും ഏത് ഭാര്യ സഹിക്കും? ദുഷ്ട, എങ്ങനെ തോന്നിയടാ ഈ ബാലാഖയെ ചതിക്കാൻ? ബാലാഖ മാളാകെ ആ ഈ ഉപ്പ് മാങ്ങ വരണിയ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇത് ഞാനൊരു സത്യം പറയാം. ഞാൻ എന്തിന് ഈ കുതി നോക്കണം? നീ ഇത് എന്റെ ഭാര്യ അല്ലടി, പിന്നെ ഈ സാറിന്റെ ഭാര്യയാ. മതി മതി മതി, സാറിന്റെ അവനെ മതി, അവനെ മതി. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ബാച്ചിലറാ. സാറിന്റെ ബാച്ചിലർ ഇപ്പൊ ഞാൻ തകർക്കും. സാറ് അമ്മേ, എന്തോ ഞാൻ വിളിച്ചത് ഈ സാറാമയാണ്. അപ്പൊ നീ സാറാമ വിളിക്കാക്കണ്ട, ഞാൻ വിളിക്കാം. കയ്യത് പ്രത്യേക വിളിയുണ്ട്. സാറാമ്മേ, എന്തോ ഈ സാറ് ഭാര്യയും മോളുമായി കഴിഞ്ഞ 5 വർഷമായി പഴക്കത്തിലായിരുന്നു. ഇന്നലെ രാത്രി അവരുടെ വന്നപ്പോ ഈ ഉണ്ടക്കണ്ണ വേട്ടാവളിയെ അവരെ വീട്ടിൽ കയറ്റിയില്ല. ഞാൻ അവർക്ക് അഭയം കൊടുത്തു. തെറ്റാണോ സാറ്? തെറ്റാണോടി? ഇനി ആ പാവം കുഞ്ഞിന്റെ ചിരിയും കരച്ചിലൊക്കെ കേൾക്കുമ്പോ ഈ സാറിന്റെ നെഞ്ചിലെ കല്ല് താനേ അലിയും. എനിക്ക് നെഞ്ചിലല്ല കല്ല്, മൂത്രത്തില. ഈ വേട്ടാവളിയെ കഴുത്തിരുന്നു കൊന്നാലെന്ത്? സാറേ, ഭാര്യ മോളെ വിളിച്ചോണ്ട് പോയോ? ഇവര് പറയട്ടെ, ഞാൻ അവരുടെ ഭർത്താവാണെന്ന്. ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുക, അത് ഇവിടെ വെച്ച്. കാണാത്ത ഭർത്താവെന്ന് പറ. അയ്യോ, ഇത് കുഞ്ഞച്ചന്റെ ഒത്തുകളിയാ. ഏതോ നാട്ടില് രഹസ്യമായി താമസിപ്പിച്ചിരുന്ന ഭാര്യയും മകളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ എന്റെ ഭാര്യയാണെന്ന് പോലും. ഇപ്പൊ യഥാർത്ഥ ഭാര്യ വന്നപ്പോ കള്ളം മുറിക്കാൻ നടവാ വൃത്തിയായിട്ടാൻ. അതിന് കൂട്ടിക്ക് എന്നെ കിട്ടില്ല, കള്ളു തരാന്ന്. മദ്യപാനം ആരോഗ്യത്തിൽ ആരുമില്ല. എങ്ങനെ തോന്നിയടാ ഈ കന്യകരായ എന്നെ ചതിക്കാൻ? വൃത്തിയായിട്ടോ പറയുന്ന അയ്യേ. ഇനി എന്റെ അടുത്ത് പറയാൻ എന്തെങ്കിലും കള്ളങ്ങളുണ്ടാ? സ്റ്റോക്ക് എല്ലാം തീർന്നു. എങ്കിൽ ഞാൻ പറയാം. പ്രായം കൂടിയപ്പോ എനിക്കൊരു തിരിച്ചറിവ്, ശേഷിക്കുന്ന കാലം ഭർത്താവിനോടൊപ്പം ജീവിച്ചു തീർക്കാൻ. അതുകൊണ്ടാ വന്നത്. കലഹിച്ചതും അനാവശ്യം പറഞ്ഞതും ജയിക്കാൻ വേണ്ടിയായിരുന്നു, അല്ലാതെ അകലാൻ വേണ്ടിയല്ല. അവിടെ എന്റെ കണക്ക് കൂട്ടുതൽ പിഴച്ചു. ശരിയാ കുഞ്ഞച്ച, ഞാൻ കുഞ്ഞച്ചന് ചേർന്ന പെണ്ണല്ല. എന്തിനും ഏതിനും ചണ്ട കൂടുന്ന, നേരാവണ്ണം വർത്താനം പറയാൻ പോലും അറിയാത്ത പെണ്ണ്. എന്നാലും ഉള്ളിൽ ഇത്തിരി സ്നേഹമുണ്ട്. ഇനി നിൽക്കണില്ല, നിങ്ങൾ ജീവിച്ചോ. എനിക്ക് തരാൻ കഴിയാത്ത കുഞ്ഞിനെ തന്നവളല്ലേ ഇവൾ. നമ്മളൊരു പൂർത്തി മുട്ടിക്കാനും വരണില്ലേ? പോകുന്നതിന് കാരണക്കാരി ഞാനാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം. ഇദ്ദേഹം എന്റെ ഭർത്താവല്ല, സത്യം. ഈ വീട്ടിൽ താമസിക്കാൻ ആർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇദ്ദേഹം എന്റെ ഭർത്താവാണെന്ന്. പിന്നെ എന്തായിരുന്നു നിങ്ങൾ ഇവിടെ വന്നത്? എന്റെ ഭർത്താവായിരുന്ന മാധവൻകുട്ടിക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ഇദ്ദേഹം. എന്നിട്ട് മാധവൻകുട്ടി എവിടെ? മരിച്ചു. പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് മോളെ വയറ്റോടെ ഇരിക്കുമ്പോഴായിരുന്നു മരണം. മാധവേട്ട് മരിച്ച് 7-ാം ദിവസം ഞാൻ മോളെ പ്രസവിച്ചു. എല്ലാരും പറഞ്ഞു അച്ഛന്റെ ജീവൻ എടുക്കാൻ വന്ന അസുര ജന്മമാണ് എന്റെ മോളെന്ന്. മോള് വളരും തോറും എന്നിൽ സമ്മർദ്ദങ്ങൾ ഏറി വന്നു. 2ാം വിവാഹത്തിന് നാടറിയുന്ന ഒരു ചെണ്ടവാദ്യക്കാരനായിരുന്നു എന്റെ അച്ഛൻ. എനിക്ക് കിട്ടിയ വിധവാ പട്ടം അച്ഛന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. വാർദ്ധക്യം ബാധിച്ച അച്ഛൻ എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരാനുള്ള തത്രപ്പാടിലും എനിക്ക് മോൾക്ക് ഒരു കൂട്ട്. അതിന് ഞാൻ 2ാം വിവാഹത്തിന് തയ്യാറാകണം. അച്ഛൻ്റെ കാലശേഷം ഞാനും മോളും ഒറ്റപ്പെട്ടു പോകില്ലേ എന്ന ചിന്ത അച്ഛനെ ശരിക്കും വിഷമിപ്പിച്ചു. ഒടുവിൽ എൻ്റെ മോൾക്ക് 3.5 വയസ്സുള്ളപ്പോൾ എൻ്റെ കഴുത്തിൽ വീണ്ടും ഒരു താലിച്ചരട് വീണു.